അപ്പോൾ നക്ബയെ അതിൻ്റെ ഒറിജിനൽ ചരിത്ര സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ ഒരു ആഖ്യാനവുമായി ബന്ധിപ്പിച്ചതിന് ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. ഈ മാസം 15-ന് നക്ബ ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ഒരു വാർത്തയായിരുന്നു. പലസ്തീനികൾ എല്ലാ വർഷവും മെയ് 15-ന് ആചരിക്കുന്ന ഒന്നാണ് ഈ നക്ബ ദിനം എന്നത്. ഓർക്കുക, 1948 മെയ് 14-നാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിതമായത്. അപ്പോൾ എന്താണ് ഈ നക്ബ? ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ബെയ്റൂട്ടിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്ന കോൺസ്റ്റാൻറ്റിൻ സുറൈക്കിനെ കുറിച്ച് പറയാതെ നക്ബ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല. ഡമാസ്കസുകാരനും സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയുമായിരുന്ന കോൺസ്റ്റാൻറ്റിൻ സുറൈക്ക് ഒരു പാൻ അറബ്, അതായത് വിശാല അറബ് ദേശീയവാദിയായിരുന്നു. അക്കാലത്ത് അറബ് ദേശീയവാദികളായ വിദ്യാർത്ഥി ക്ലബ്ബുകൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്ന ആളായിരുന്നു കോൺസ്റ്റാൻറ്റിൻ സുറൈക്ക്. ഈ വിദ്യാർത്ഥി ക്ലബ്ബുകൾ എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായി കാണരുത്. കാരണം ഈ ക്ലബ്ബുകളിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ അഥവാ PFLP എന്ന സംഘടനയുടെ സ്ഥാപകനായ ജോർജ് ഹബാഷ്, അയാളും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനും PLFPയുടെ സൈനിക വിഭാഗം കമാൻഡറുമായിരുന്ന വാദി ഹദാദും ഉയർന്നു വന്നത്. 1970-കളിലുടനീളം ഈ വിമാന റാഞ്ചൽ പരിപാടികൾ ആസൂത്രണം ചെയ്തതിലൂടെ വളരെ പ്രസിദ്ധനായിരുന്നു ഈ ഹദ്ദാദ്. ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനും പിടികിട്ടാപ്പുള്ളി ആയ ഭീകരരിൽ ഒരാളും 1994 മുതൽ ഫ്രഞ്ച് ജയിലിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നയാളുമായ കാർലോസ് ദി ജാക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വെനിസ്വലൻ മാർക്സിസ്റ്റ് ഇലിച്ച് റാമിരസ് സാഞ്ചസിനെ തൻ്റെ മിലീഷ്യയിലേക്ക് കണ്ടെത്തിയത് ഈ കമാൻഡറായ ഹദ്ദാദ് ആയിരുന്നു. നമുക്കേതായാലും തിരിച്ച് സുറൈക്ക് എന്ന അറബ് ദേശീയവാദി ചരിത്രകാരനിലേക്ക് വരാം. 1948-ൽ ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി ആരംഭിച്ച യുദ്ധത്തിൽ അറബ് സൈന്യത്തിൻ്റെ ദയനീയമായ പരാജയത്തെ വിവരിക്കാൻ നക്ബ എന്ന പദം ആദ്യമായി പ്രയോഗിച്ച വ്യക്തി ഈ പ്രൊഫസർ സുറൈക്ക് ആയിരുന്നു. 1967-ൽ അറബികൾ ഇസ്രായേലിനോട് വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങി ജോർദാൻ കൈയടക്കി വെച്ചിരുന്ന കിഴക്കൻ ജെറൂസലമും വെസ്റ്റ് ബാങ്കും ഈജിപ്തിൻ്റെ സിനായി പെനിൻസുലയും സിറിയയുടെ ഗോലാൻ കുന്നുകളും യുദ്ധത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. ഇക്കുറി അറബികൾ തങ്ങളുടെ പുതിയ ഈ പരാജയത്തെ നക്സ എന്നാണ് വിളിച്ചത്. അറബിയിൽ ഇതിനർത്ഥം തിരിച്ചടി എന്നാണ്. 1948-ലെ നക്ബ അറബിയിൽ അർത്ഥം കറ്റാസ്ട്രഫി, ദുരന്തം എന്നൊക്കെയാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ 1967-ലെ നക്സ എന്ന വാക്ക് സൂചിപ്പിച്ചത് അതൊരു ചെറിയ നഷ്ടമായിരുന്നു എന്ന തരത്തിലാണ്. അങ്ങനെയാണ് അറബികൾ മനസ്സിലാക്കിയത്. എന്നാൽ 1990-കളിൽ പലസ്തീനികൾ നക്ബ കഥയെ ഒരു സൈനിക ദുരന്തം എന്ന നിലയിലുള്ള അതിൻ്റെ ഒറിജിനൽ പ്രയോഗത്തിൽ നിന്നും അടർത്തി മാറ്റി. ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടതിലൂടെ പലായനം ചെയ്യേണ്ടി വന്ന പലസ്തീനികളുടെ ദുരനുഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായി അതിനെ മാറ്റുകയുണ്ടായി. അതായത് പലസ്തീൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ദുരന്തമായിരുന്നു ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തിൻ്റെ സ്ഥാപനം എന്ന ഒരു പുതിയ ആഖ്യാനം സൃഷ്ടിക്കപ്പെട്ടു. 1948-ലെ നക്ബയിലേക്ക്, അതായത് കോൺസ്റ്റാൻറ്റിൻ സുറൈക്കിൻ്റെ നക്ബയിലേക്ക് ഒരു ചെറിയ സന്ദർശനം നടത്തി തിരിച്ചു വരാം. 1948-ൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ആ പുതിയ രാജ്യത്തെ
തുടക്കത്തിലേ നുള്ളിക്കളയാൻ സിറിയ, ജോർദൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ അറബ് സൈന്യങ്ങൾ അധിനിവേശം നടത്തി. എന്നാൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ സുറൈഖ് ദ മീനിങ് ഓഫ് നക്ബ എന്ന തൻ്റെ പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഇതിനുവേണ്ടി കോയിൻ ചെയ്തത്. ഓർക്കുക, ഇന്ന് അർത്ഥമാക്കുന്നത് പോലെ പലസ്തീനികളുടെ കൂട്ടപലായനത്തെയും ഇസ്രായേലിൻ്റെ സ്ഥാപനത്തെയും കുറിക്കാനല്ല, മറിച്ച് പലസ്തീൻ യുദ്ധത്തിലെ ഈ പോരാട്ടത്തിൽ അറബികൾക്ക് സംഭവിച്ച ഒരു ദുരന്തത്തെ വിശേഷിപ്പിക്കാനായിരുന്നു ഈ പദം ഉപയോഗിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നത്, അതിൽ 4 ലക്ഷത്തോളമോ അതിലധികമോ അറബികൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സയനിസ്റ്റുകളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങാൻ നിർബന്ധിതരാകുമോ എന്ന് അവർ ചിന്തിച്ചു. ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നതാണ്. ഈ സൈന്യങ്ങൾ, അറബ് സൈന്യങ്ങൾ സയനിസത്തെ അടിച്ചമർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നുവെന്നും എന്നാൽ പലസ്തീൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങിയതെന്നും ഒടുവിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ലാതിരുന്ന ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ പോലും നിർബന്ധിതരായി എന്നും ആണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയത്. അപ്പം സുറൈഖിൻ്റെ കറ്റാസ്ട്രഫി എന്ന് പറയുന്നത് അതിലെ പരാജയമായിരുന്നു. സയനിസത്തെ തുടച്ചു നീക്കാൻ പലസ്തീൻ അധിനിവേശം നടത്തുകയും എന്നാൽ ഒടുവിൽ അറബ് ഭൂമിയുടെ, പലസ്തീൻ ഭൂമിയുടെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുകയും 4 ലക്ഷം അറബികളുടെ കൂട്ടപലായനത്തിന് കാരണമാവുകയും ചെയ്ത 7 അറബ് സൈന്യങ്ങളുടെ പരാജയമാണ് സുറൈഖ് നക്ബെ എന്ന വാക്കിലൂടെ വ്യക്തമാക്കിയത്. തൻ്റെ പുസ്തകത്തിൽ സുറൈഖ് ഒരിക്കൽ പോലും ഈ അറബികളെ പലസ്തീൻ എന്ന് വിളിക്കുന്നേയില്ല. ആ ഭൂപ്രദേശത്തെ മാത്രമാണ് പലസ്തീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ വിളിച്ചുകൊണ്ടിരുന്നത്, പാലസ്റ്റൈൻ മാൻഡേറ്റ്. എന്നാൽ അവിടെയുള്ള ജനങ്ങളെ അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് പോലെ പലസ്തീനിലെ അറബികൾ, അറബ്സ് ഓഫ് പാലസ്റ്റൈൻ എന്ന് മാത്രമാണ് സുറൈഖ് പരാമർശിക്കുന്നത്. ഈ പലസ്തീനികൾ എന്ന വാക്ക് ഒരു ജനവിഭാഗത്തിൻ്റെ പേരായി, എത്നോണിം ആയി മാറുന്നതിനും പലസ്തീനിലെ അറബികൾ എന്ന പ്രയോഗത്തിന് പകരമാകുന്നതിനും 1964 PLO രൂപീകരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടായി എന്നാണ് ചരിത്രം. അതായത് പിന്നീട് വന്ന ഒരു പ്രയോഗമാണ് ഈ പലസ്തീനികൾ എന്നത്. അറബികളുടെ ദുരന്തമായ നക്ബക്ക് പിന്നിലെ കാരണം പ്രൊഫസർ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം യൂറോപ്യൻ ജൂതവിരോധം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതാണ്, രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായുമുള്ള ആഗോള ജൂത ശക്തിയാണ് സയണിസം. ഒട്ടനവധി വ്യവസായങ്ങളും അമേരിക്കൻ സാമ്പത്തിക സ്ഥാപനങ്ങളും ജൂതന്മാരുടെ കൈകളിലാണ്. അദ്ദേഹം പറയുകയാണ്, പത്രങ്ങൾ, റേഡിയോ, സിനിമ, മറ്റ് പ്രചരണ മാധ്യമങ്ങൾ, അതായത് അദ്ദേഹം പറയുന്നത് പ്രോപ്പഗാൻഡ ടൂൾസ്, ഇവയെല്ലാം അതുപോലെ തന്നെയാണ് ജൂതന്മാരുടെ കയ്യിലാണ്. ഇതാണ് സുറൈഖിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ സുറൈഖ് ഇവിടെ ജൂതനെ തന്നെയാണ്, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഈ പ്രൊഫസർ, അദ്ദേഹം പരാമർശിക്കുന്നത് സയനിസ്റ്റ് എന്നല്ല, ഇസ്രായേലികൾ എന്നല്ല, ജൂതൻ എന്നാണ്. വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക ആൻറ്റിസെമിറ്റിസം, വിരോധം. അപ്പോൾ നക്ബയെ അതിൻ്റെ ഒറിജിനൽ ചരിത്ര സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ ഒരു ആഖ്യാനവുമായി ബന്ധിപ്പിച്ചതിന് ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. 6 ദശലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കുരുതി നടത്തിയത് മഹാദുരന്തമാണല്ലോ, അതാണല്ലോ ഹോളോകോസ്റ്റ്. അതിന് തുല്യമായ ഒരു സംഭവമായി പലസ്തീനികളുടെ പലായനത്തെയും ഉയർത്തി കാണിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ നക്ബ എന്നതിൻ്റെ ഉദ്ദേശം.